ഈ ഒരു മാർക്കറ്റ് പ്ലേസിൽ കൊമേഴ്സിൽ സെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മുതൽ മുടക്കുള്ള ഒരു കാര്യമാണ്. കൊമേഴ്സിൽ സെയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര രൂപ സ്റ്റാർട്ടിങ്ങിൽ ചിലവ് വരുന്നതാണ് കുറെ പേര് ചോദിക്കുന്നത്. അതായത് നമുക്ക് കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വലിയ കാര്യമായിട്ട് ചിലവും കാര്യങ്ങളൊന്നും. ഇപ്പൊ നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലൊക്കെ വിൽക്കുകയാണെങ്കിൽ ഇതെല്ലാം കമ്മീഷൻ ബേസ്ഡ് ആണ്. നമ്മൾ വിൽക്കുന്ന ആ ഒരു സെയിൽസിന്റെ കമ്മീഷൻ അവിടുന്ന് കമ്മീഷനാണ് ഇവർ എടുക്കുന്നത്. അല്ലാണ്ട് ഇവരെ നമുക്കിപ്പോൾ ആമസോണിലോ ഏത് പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കാശോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ചിലവ് വരുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ ബൾക്കായിട്ട് ഇറക്കാതെ വളരെ കുറച്ച് ആദ്യകാലങ്ങളിൽ കുറച്ച് നഷ്ടം വന്നേക്കും, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് എടുക്കുക, എന്നിട്ട് നോക്കുക. എന്നിട്ട് ഈ സംഭവം നമുക്ക് പിന്നെ ബേസിക് ആയിട്ട് വേണമെന്ന് വെച്ചാൽ ഒരു പ്രിന്റർ എന്തായാലും വേണം, പിന്നെ ഒരു കമ്പ്യൂട്ടർ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. ഈ തെർമൽ പ്രിന്റർ ഒക്കെ വേണമെന്നാണ്, പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഇതിനൊന്നും ആവശ്യമില്ല. നമ്മൾ നോർമൽ പ്രിന്റർ കാര്യങ്ങളൊക്കെ മതി. പിന്നെ നമുക്ക് GST എടുക്കണമെന്നില്ല, അത് ഒരു ചിലവാണ്. പക്ഷേ അത് നമുക്ക് ഒരു 1000-1500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് GST എടുക്കാൻ പറ്റും. ഇൻ കേസ് ഈ സംഭവം നിങ്ങൾ വിജയിച്ചില്ല എന്ന്, ഇതിപ്പോ നിങ്ങൾ ചെയ്തിട്ട് സംഭവം സക്സസ് ആവുന്നില്ലെങ്കിൽ ഈ GST നമുക്ക് ക്ലോസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ഒരു കൊമേഴ്സിൽ, അതായത് ഈ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ, സെയിൽ ചെയ്ത് തുടങ്ങണമെങ്കിൽ, ഈ ബിസിനസ് തുടങ്ങണമെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ GST എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു കടമുറിയോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഒന്നും വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ തന്നെയുള്ള അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് GST എടുത്തിട്ട് അതിനകത്ത് തന്നെ വിൽക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് പ്ലേസിൽ കൊമേഴ്സിൽ സെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മുതൽ മുടക്കുള്ള ഒരു കാര്യമല്ല.